ഏറെ വിവാദം സൃഷ്ടിച്ച മൈസൂർ പാരമ്പര്യ വൈദ്യൻ ഷാബാസ് ഷെരീഫിന്റെ കൊലപാതക കേസിൽ വിധി പറയാൻ ഇനി ദിവസങ്ങൾ മാത്രം. മഞ്ചേരി അഡീഷണൽ ജില്ലാ കോടതിയിൽ 1 വർഷത്തോളം നീണ്ട വാദപ്രതിവാദങ്ങൾ കഴിഞ്ഞ ദിവസമാണ് പൂർത്തിയായത്. മൃതദേഹമോ മൃതദേഹ അവശിഷ്ടമോ കണ്ടെത്താൻ കഴിയാത്ത കേസിൽ നിർണായകമാവുക ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങളായിരിക്കും. മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിക്കാതെ വിചാരണ പൂർത്തിയാക്കിയ കേരളത്തിലെ അപൂർവ കേസുകളിലൊന്നാണ് ഷാബാസ് ഷെരീഫ് കേസ്. 2019 ഒക്ടോബറിലാണ് കേസിനാസ്പദമായ സംഭവം. മൈസൂരു സ്വദേശി ഷാബാസ് ഷെരീഫിനെ മൂലക്കുരുവിന്റെ ഒറ്റമൂലി രഹസ്യമറിയാൻ വേണ്ടി നിലമ്പൂർ സ്വദേശി ഷൈബിൻ അഷ്റഫിന്റെ സംഘം തട്ടിക്കൊണ്ടുവന്ന് 1 വർഷത്തിലധികം തടവിൽ പാർപ്പിച്ചെന്നും പിന്നീട് 2022 ഒക്ടോബറിൽ കൊലപ്പെടുത്തി കഷ്ണങ്ങളാക്കി ചാലിയാറിൽ ഒഴുക്കിയെന്നുമാണ് കേസ്. മൃതദേഹം കഷ്ണങ്ങളാക്കി പുഴയിൽ തള്ളിയതിനാൽ അവശിഷ്ടങ്ങൾ കണ്ടെത്താൻ പോലീസിനായില്ല. അതുകൊണ്ടുതന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ പിൻബലവും കേസിന് ലഭിച്ചില്ല. എന്നാൽ കേസിൽ നിർണായകമായത് ഷാബാസ് ഷെരീഫിന്റെ തലമുടിയുടെ മൈറ്റോകോൺഡ്രിയോ DNA പരിശോധനാ ഫലം മാത്രമാണ്. ഷൈബിൻ അഷ്റഫിന്റെ കാറിൽ നിന്നാണ് തലമുടി കണ്ടെത്തിയത്. ഇത് ഷാബാസ് ഷെരീഫിന്റേതാണെന്ന് പരിശോധനയിൽ തെളിഞ്ഞു. ഈ ശാസ്ത്രീയ പരിശോധനാ ഫലവും മാപ്പുസാക്ഷിയാക്കപ്പെട്ട കേസിലെ 7ാം പ്രതിയായ നൌഷാദിന്റെ മൊഴിയുമാണ് കേസിൽ നിർണായകമായത്. നൌഷാദിന്റെ വെളിപ്പെടുത്തലിലൂടെയാണ് കൊലപാതകം പുറം ലോകമറിയുന്നത്. ഷാബാസ് ഷെരീഫിനെ കെട്ടിയിട്ട ദൃശ്യങ്ങളും നൌഷാദ് പകർത്തിയിരുന്നു. ഇതും കേസിൽ നിർണായകമാണ്. ഷാബാസ് ഷെരീഫിന്റെ ഭാര്യയും മക്കളും ഷൈബിൻ അഷ്റഫിന്റെ സംഘത്തെ തിരിച്ചറിഞ്ഞിരുന്നു. കേസിൽ 15 പ്രതികളാണുള്ളത്. പിടികിട്ടാനുണ്ടായിരുന്ന 2 പ്രതികളിൽ ഒരാളായ ഫാസിൽ ഗോവയിൽ വെച്ച് മരിച്ചിരുന്നു. മറ്റൊരു പ്രതി ഷമീം ഇപ്പോഴും ഒളിവിലാണ്. ഈ കേസിന്റെ വിചാരണ നടക്കുമ്പോൾ തന്നെ മുൻപ് വിദേശത്ത് നടന്ന 2 കൊലപാതകങ്ങൾ ഷൈബിൻ അഷ്റഫിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നുവെന്ന പരാതികളിൽ CBI അന്വേഷണം തുടങ്ങിയിരുന്നു. മാർച്ച് 17-നാണ് കേസ് വീണ്ടും കോടതി പരിഗണിക്കുന്നത്. 2024 ഫെബ്രുവരി 15-നായിരുന്നു കേസിന്റെ വിചാരണ തുടങ്ങിയത്. കേരള വിഷൻ ന്യൂസ്, മലപ്പുറം.